അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. ആരൊക്കെയാണ് ഈ രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് എലിജിബിൾ ആയിട്ടുള്ളത്, എന്തൊക്കെ പാത്ത് വേസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, എന്തൊക്കെ ക്രൈറ്റീരിയാസ് ആണ് നമ്മൾ മീറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റോമിംഗ് റിപ്പോർട്ട്സ്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് നമ്മുടെ നിന്നുള്ള ഇൻഫോർമേറ്റീവ്സ് ആയിട്ടുള്ള വീഡിയോസ് അവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. താങ്ക് യു. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഏതൊക്കെ പാത്ത് വേസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് ആദ്യം നോക്കാം. ഫസ്റ്റ് നമുക്ക് ന്യൂസിലാൻഡ് ത്രൂ ഉള്ള TTMR പാത്ത് വേ എന്നൊരു ഓപ്ഷൻ അവൈലബിൾ ആണ്. പിന്നെ അതുകൂടാതെ ഡയറക്റ്റ് ഓസ്ട്രേലിയയുടെ അഫ്ര നഴ്സിംഗ് രജിസ്ട്രേഷൻ പാത്ത് വേയും അവൈലബിൾ ആണ്. അപ്പോൾ ഇനി ഈ പാത്ത് വേസിൽ തന്നെ പല ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ന്യൂസിലാൻഡിൻ്റെ പാത്ത് വേനെ കുറിച്ച് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. ന്യൂസിലാൻഡിൽ അപ്പോൾ മെയിനായിട്ട് വിത്തൗട്ട് എനി എക്സാമോട് കൂടിയുള്ള ഓപ്ഷനും വിത്ത് എക്സാമോട് കൂടിയുള്ള രജിസ്ട്രേഷൻ ഓപ്ഷൻസും അവൈലബിൾ ആണ്. ഇനി നമുക്ക് ആരൊക്കെയാണ് വിത്തൗട്ട് എക്സാം ഈ ഒരു രജിസ്ട്രേഷൻ കിട്ടാൻ എലിജിബിൾ ആയിട്ടുള്ളത് എന്ന് നോക്കാം. വിത്തൗട്ട് എക്സാം എലിജിബിൾ ആയിട്ടുള്ള കാറ്റഗറിയിൽ പെടുന്നവർ മെയിനായിട്ട് UK, അയർലൻഡ് എന്നിങ്ങനെയുള്ള കൺട്രീസിൽ നിന്നും മറ്റു ചില കൺട്രീസും കൂടി ഇൻക്ലൂഡഡ് ആണ്, ലൈക്ക് US, കാനഡ, സിംഗപ്പൂർ എന്നിങ്ങനെയുള്ള കൺട്രീസിൽ നിന്നും നഴ്സിംഗ് പഠിച്ച് അതായത് ആ കൺട്രീസിലോ അല്ലെങ്കിൽ ഈ ലിസ്റ്റിൽ പെടുന്ന ഏതെങ്കിലും കൺട്രീസിലോ കറന്റ്ലി രജിസ്റ്റേർഡ് നഴ്സ് ആയിട്ട് 1 year and above പോസ്റ്റ് രജിസ്റ്റേർഡ് നഴ്സ് എക്സ്പീരിയൻസ് ഉള്ള ഒരു നഴ്സിന് വിത്തൗട്ട് എനി എക്സാംസ് ഡയറക്റ്റ് രജിസ്ട്രേഷൻ എടുക്കാവുന്നതാണ്. ഇനി അതുകൂടാതെ ഇന്ത്യയിൽ നിന്ന് നഴ്സിംഗ് പഠിച്ചൊരു വ്യക്തിയാണ് നിങ്ങൾ, ഒരു ഡിഗ്രി ഗ്രാജുവേറ്റ് നഴ്സാണ്, നിങ്ങൾ കറന്റ്ലി വർക്ക് ചെയ്യുന്നത് UK, അയർലൻഡ് എന്നിങ്ങനെയുള്ള രാജ്യങ്ങളിലാണ്. നിങ്ങൾ 2024 ജൂലൈ 1 മുൻപായിട്ട് CGFNS ന്യൂസിലാൻഡിന്റെ CGFNS എന്ന ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഓൾറെഡി സ്റ്റാർട്ടഡ് ആണ് എന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ ഒരു ഡയറക്റ്റ് രജിസ്ട്രേഷന് എലിജിബിൾ ആയിരിക്കുന്നതാണ്. ഈ ഒരു പാത്ത് വേയിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ വാലിഡ് ആയിട്ടുള്ള റിക്വയർമെന്റ്സ് ആവശ്യമില്ല. നിങ്ങൾ ഈ കൺട്രീസിൽ രജിസ്ട്രേഷൻ എടുത്തപ്പോൾ നിങ്ങൾ വാലിഡ് ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ റിക്വയർമെന്റോട് കൂടി രജിസ്ട്രേഷൻ എടുത്തിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളവിടെ നഴ്സിംഗ് പഠിച്ചതും ആയിരിക്കണം. ഇനി ആരൊക്കെയാണ് വിത്ത് എക്സാമോട് കൂടി ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ കിട്ടുവാൻ എലിജിബിൾ ആയിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. നിങ്ങളിപ്പോൾ ഒരു ഇന്ത്യയിൽ നഴ്സിംഗ് പഠിച്ച് ഇന്ത്യയിലെ ഒരു നഴ്സിംഗ് ഗ്രാജുവേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കറന്റ്ലി വർക്ക് ചെയ്യുന്നത് ഇന്ത്യയിലോ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ ഏതെങ്കിലും കൺട്രീസിലോ അല്ലെങ്കിൽ UK, അയർലൻഡ് എന്നിങ്ങനെയുള്ള രാജ്യങ്ങളിലോ ആണെങ്കിൽ നിങ്ങൾ വിത്ത് എക്സാമോട് കൂടിയായിരിക്കും പുതിയതായിട്ടൊരു ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ രജിസ്ട്രേഷന് എലിജിബിൾ ആയിരിക്കുക. അപ്പോൾ നിങ്ങൾ ഒരു തിയറി എക്സാമും ന്യൂസിലാൻഡിൽ പോയി OSCE എക്സാമും ചെയ്യാനായിട്ട് വില്ലിംഗ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു പാത്വേ പ്രകാരം രജിസ്ട്രേഷൻ കിട്ടാൻ എലിജിബിൾ ആയിരിക്കത്തുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ നഴ്സിംഗ് പഠിച്ച് ഇന്ത്യയിലെ നഴ്സിംഗ് പഠിച്ചത് ഡിപ്ലോമ നഴ്സിംഗ് ആണ്, നിങ്ങൾ വർക്ക് ചെയ്യുന്നത് ഇന്ത്യയിലോ മിഡിൽ ഈസ്റ്റിലോ ആണെങ്കിൽ നിങ്ങൾ ന്യൂസിലാൻഡിൽ രജിസ്ട്രേഷൻ കിട്ടാനായിട്ട് എലിജിബിൾ ആയിരിക്കത്തില്ല. അതേസമയം നിങ്ങൾ ഡിപ്ലോമ നഴ്സ് ആണ്, പക്ഷെ നിങ്ങൾ കറന്റ്ലി UK, അയർലൻഡ് എന്നിങ്ങനെയുള്ള രാജ്യങ്ങളിലാണ് വർക്ക് ചെയ്യുന്നത്, 1 year and above പോസ്റ്റ് രജിസ്റ്റേർഡ് നഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിയറി എക്സാമും OSCE എക്സാമും ചെയ്യാൻ വില്ലിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് ന്യൂസിലാൻഡിലെ രജിസ്ട്രേഷൻ ലഭിക്കുന്നതാണ്. ഇനി ചില കാൻഡിഡേറ്റ്സിന്റെ കാര്യം നോക്കുമ്പോൾ ചിലർ CGFNS 2024 ജൂലൈ 1 മുന്നേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അവർ ചിലപ്പോൾ ചില സാങ്കേതികമായ കാരണങ്ങൾ കൊണ്ട് CGFNS എന്ന ആപ്ലിക്കേഷൻ 1 year കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ റിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവർ ആക്ച്വലി 2024 ജൂലൈന് ശേഷം വീണ്ടും ഒരു പുതിയ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തതുപോലെ ആവും. പക്ഷെ അപ്പോൾ നമുക്ക് ഡയറക്റ്റ് രജിസ്ട്രേഷൻ കിട്ടാനുള്ള എലിജിബിലിറ്റിയിൽ ചെറിയ തടസ്സങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ടൊരു റീസൺ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ഫസ്റ്റ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതിന് ഒരു വാലിഡ് ആയിട്ടൊരു ന്യൂസിലാൻഡ് കൗൺസിലിലെ ഒരു കേസ് മാനേജർക്ക് കൺവിൻസിങ് ആവുന്ന റീസൺ സബ്മിറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ആപ്ലിക്കേഷൻ കണ്ടിന്യൂ ചെയ്ത് ഡയറക്റ്റ് രജിസ്ട്രേഷൻ ലഭിക്കുന്നതാണ്. ഇനി അത് അവർക്ക് കൺവിൻസിങ് അല്ലെങ്കിൽ നിങ്ങൾക്ക് തിയറി എക്സാമിനും OSCEക്കും വേണ്ടിയിട്ടുള്ള ഇൻവിറ്റേഷൻ ആയിരിക്കും ലഭിക്കുന്നത്. അതുപോലെ തന്നെ ന്യൂസിലാൻഡിന്റെ വിത്ത് എക്സാമോട് കൂടിയുള്ള പാത്ത് വേ ചെയ്യുമ്പോൾ UK, അയർലൻഡിൽ വർക്ക് ചെയ്യുന്ന കറന്റ് വർക്ക് ചെയ്യുന്ന നഴ്സ് ആണെങ്കിൽ അവർ ഇംഗ്ലീഷ് എക്സാം എഴുതി പാസ്സായാണ് UK, അയർലൻഡ് എന്നിങ്ങനെയുള്ള രാജ്യങ്ങളിൽ രജിസ്ട്രേഷൻ എടുത്തതെങ്കിൽ അവർക്ക് പിന്നീട് ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ റിക്വയർമെന്റ്സ് ഉണ്ടായിരിക്കുന്നതല്ല. അല്ലാതെ ഉള്ള എല്ലാ കാറ്റഗറിയിൽ പെടുന്ന നഴ്സുമാർ ഇപ്പോൾ ലൈക്ക് ഇന്ത്യയിൽ പഠിച്ച് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നവർ, മിഡിൽ ഈസ്റ്റിൽ വർക്ക് ചെയ്യുന്നവർ, അതുപോലെ തന്നെ UK സേഫ് പാത്ത് വേ വഴിയോ ചില ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ വർക്ക് ചെയ്ത്, ഫോർ എക്സാമ്പിൾ മാൾട്ട, ഗയാന, ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ അങ്ങനെയുള്ള കുറച്ച് കൺട്രീസിൽ നിന്ന് NMCയുടെ രജിസ്ട്രേഷൻ കിട്ടി വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് രജിസ്ട്രേഷൻ ലഭിക്കുന്നതിനായിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ റിക്വയർമെന്റ്സ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ വാലിഡ് ആയിട്ട് സ്കോർ കാണിക്കേണ്ടതാണ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ന്യൂസിലാൻഡ് ത്രൂ ഉള്ള പാത്ത് വേനെ കുറിച്ച് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഇനി നമുക്ക് ഓസ്ട്രേലിയൻ ത്രൂ ഉള്ള പാത്ത് വേന്റെ ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിനായിട്ട് നമുക്ക് പറയുന്ന പോലെ തന്നെ
രണ്ട് ഓപ്ഷൻസ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് വിത്തൗട്ട് എനി എക്സാംസും മറ്റൊന്ന് വിത്ത് എക്സാമോട് കൂടിയുള്ള ഓപ്ഷൻസ്. അപ്പോൾ ഓസ്ട്രേലിയയിൽ നമുക്ക് വിത്ത് എക്സാമോട് കൂടി നോക്കുകയാണെങ്കിൽ നമുക്ക് മെയിനായിട്ട് NCLEX-R എന്നുള്ളൊരു തിയറി എക്സാമും പിന്നെ OSCE പോലെയുള്ള സിമുലേഷൻ എക്സാമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ NCLEX-R നിങ്ങൾക്ക് നിങ്ങളുടെ അതാത് കൺട്രീസിൽ എവിടെയാണോ NCLEX-Rന്റെ ടെസ്റ്റ് സെന്റേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് അവിടെ നിന്ന് നിങ്ങൾക്ക് ആ ടെസ്റ്റ് എടുക്കാവുന്നതാണ്. OSCE എക്സാം ചെയ്യുന്നവർ ഓസ്ട്രേലിയയിലേക്ക് വിസിറ്റിംഗ് വിസ എടുത്ത് വന്ന് മെയിനായിട്ട് മെൽബണിലും അഡ്ലേഡിലാണ് ടെസ്റ്റ് സെന്റേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. അവിടെ നിന്ന് തന്നെ ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പം ഇനി ആരൊക്കെയാണ് വിത്ത് എക്സാമോട് കൂടി ഓസ്ട്രേലിയ രജിസ്ട്രേഷൻ എടുക്കാൻ എലിജിബിൾ ആയിട്ടുള്ളത് എന്ന് നോക്കാം. ഇന്ത്യയിൽ നിന്ന് നഴ്സിംഗ് പഠിച്ച് പാസ്സായി നിങ്ങൾ കറന്റ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ UK, അയർലൻഡ് നിങ്ങൾ രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങളൊരു ഡിഗ്രി ഗ്രാജുവേറ്റും ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിത്ത് എക്സാമോട് കൂടി ഓസ്ട്രേലിയയുടെ രജിസ്ട്രേഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പാത്വേയിൽ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം ഒരു ഡിസിഷൻ ലെറ്ററിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ വെക്കണം അഫ്രയുടെ ഹെൽത്ത് ബോർഡിൽ. അതിനുശേഷം അവരത് അക്സെപ്റ്റ് ചെയ്തതിനു ശേഷം നമ്മളൊരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്ത് എലിജിബിലിറ്റി റിക്വയർമെന്റ്സ് കൺഫേം ചെയ്തതിനു ശേഷം അവർ നമുക്ക് NCLEX-R ചെയ്യാനായിട്ടുള്ള ഇൻവിറ്റേഷൻ അയക്കുന്നതാണ്. ആ ഇൻവിറ്റേഷൻ പ്രകാരം നമ്മൾ എക്സാം ടെസ്റ്റ് ബുക്ക് ചെയ്ത് എക്സാം പാസ് ആയതിനു ശേഷം അവർ നിങ്ങൾക്ക് OSCE എക്സാമിനുള്ള ഇൻവിറ്റേഷൻ അയക്കും. അത് പ്രകാരം നിങ്ങൾ വിസയ്ക്ക് അപ്ലൈ ചെയ്ത് ഓസ്ട്രേലിയയിൽ വന്ന് OSCE എക്സാം ചെയ്യേണ്ടതാണ്. OSCE എക്സാം പാസ് ആയതിനു ശേഷം ആണ് നിങ്ങൾക്ക് വാലിഡ് ആയിട്ടൊരു ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ്സ് ഉണ്ടായിരിക്കേണ്ടതും. ആ സമയത്തായിരിക്കും നിങ്ങളുടെ ബാക്കി ഡോക്യുമെന്റ്സുകളുടെ വെരിഫിക്കേഷൻ നടക്കുന്നതും. വൺസ് അതെല്ലാം ക്ലിയർ ആയതിനു ശേഷം നിങ്ങൾക്ക് ഡയറക്റ്റ് ഓസ്ട്രേലിയ രജിസ്ട്രേഷൻ ലഭിക്കുന്നതാണ്. ഇനി ആർക്കൊക്കെയാണ് വിത്തൗട്ട് എക്സാം ഇപ്പോൾ ഡയറക്റ്റ് ഓസ്ട്രേലിയ രജിസ്ട്രേഷൻ എലിജിബിൾ ആയിട്ടുള്ളതെന്നോ, ഞങ്ങളിപ്പോൾ കുറെ കാൻഡിഡേറ്റ്സുകൾക്ക് പുതിയൊരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ വന്നത് പ്രകാരം ആപ്ലിക്കേഷൻ ചെയ്യാൻ നോക്കി. അപ്പോൾ അത് പ്രകാരം നമുക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ 2017 തൊട്ട് UK, അയർലൻഡ് എന്നിങ്ങനെയുള്ള കൺട്രീസിൽ നിന്ന് നഴ്സിംഗ് പഠിച്ച് പാസ്സായിട്ടുള്ള 1 year and above UK, അയർലൻഡ് എന്നിങ്ങനെയുള്ള രാജ്യങ്ങളിൽ തന്നെ പോസ്റ്റ് രജിസ്റ്റേർഡ് നഴ്സ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഈ ഒരു പാത്വേയിൽ എലിജിബിലിറ്റി ആയി കാണിക്കുന്നത്. ഇന്ത്യ അങ്ങനെയുള്ള കൺട്രീസിൽ നിന്ന് 2017 ശേഷം പാസ്സായവർക്ക് പോലും നമ്മൾ ഈ ഒരു പാത്വേയിൽ ചെയ്യാൻ നോക്കിയിട്ട് ആ ഒരു NCLEX-Rന് OSCE ചെയ്യണം എന്നുള്ളൊരു ക്രൈറ്റീരിയ തന്നെയാണ് കാണിക്കുന്നത്. ഈവൺ അവർ UK, അയർലൻഡ് ഇങ്ങനെയുള്ള രാജ്യങ്ങൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ പോലും. അപ്പോൾ അതിന്റെ ഇനിയും കൃത്യമായിട്ടൊരു ഇൻഫർമേഷൻസ് വരാനുണ്ട്. നമ്മൾ സ്റ്റിൽ വെയിറ്റിംഗ് ആണ്. അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും അപ്ഡേറ്റ്സ് കിട്ടുന്നതാണെങ്കിൽ പുതിയ വീഡിയോസ് ആയിട്ട് അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ NCLEX-R എക്സാം ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് തോന്നുന്നവരാണ് മെയിനായിട്ട് അവർക്ക് സജസ്റ്റ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ എങ്ങനെയാണെങ്കിൽ ന്യൂസിലാൻഡ് ത്രൂ ഉള്ള പാത്വേയിൽ രജിസ്ട്രേഷൻ എടുക്കാൻ നോക്കുക. അതിൽ ജസ്റ്റ് CBT പോലൊരു തിയറി എക്സാം ആണ്. അത് NCLEX-Rനെ അപേക്ഷിച്ച് ഒരുപാട് ഈസി ആയിട്ടുള്ള എക്സാം ആണ്. അതുപോലെ OSCE പോലുള്ള എക്സാമിന്റെ കാര്യം പറയുമ്പോൾ നമുക്കിപ്പോൾ ഏത് കൺട്രീസിന്റെ OSCE എക്സാം ആണോ ചെയ്യേണ്ടത് അത് അതാത് കൺട്രീസിൽ പോയാൽ തന്നെ നമുക്കത് OSCE എക്സാം ചെയ്യാനായിട്ട് എലിജിബിൾ ആയിരിക്കത്തുള്ളൂ. നമ്മുടെ സ്വന്തം കൺട്രിയിൽ അത് ആ ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആയിരിക്കത്തില്ല. ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. അടുത്തൊരു വീഡിയോയിൽ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നവരെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.